കൊച്ചി ടൗൺ ഹാളിന് സമീപം സ്വകാര്യ ബസ്സിടിച്ച കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തേവര എസ് കോളേജ് വിദ്യാർത്ഥി ഗോവിന്ദാണ് മരിച്ചത്. എറണാകുളം ഏലൂർ റൂട്ടിലോടുന്ന നന്ദനം ബസ്സാണ് ഇടിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. കൊച്ചിയിലാണ് സംഭവം നടന്നത്. സ്വകാര്യ ബസ്സിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, വിവരങ്ങൾ. രേണുക, ടൗൺ ഹാളിന് സമീപമാണ്, എറണാകുളം ടൗൺ ഹാളിന് സമീപമാണ് ഇത്തരത്തിലൊരു സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തേവര എസ് കോളേജിലെ സേക്രഡ് ഹാർട്ട് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് മരിച്ചത് എന്നുള്ളതാണ്. പേര് ഗോവിന്ദ് ഷേണായി എന്നാണ്. രാവിലെ കോളേജിലേക്ക് പോകുന്ന വഴി, മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഇതൊരു മത്സരയോട്ടം, സ്വകാര്യ ബസ്സുകളുടെ ഒരു മത്സരയോട്ടത്തിന്റെ ഇരയാണ് ഈ ഒരു വിദ്യാർത്ഥി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ വലിയ രീതിയിൽ ഒരു മത്സരയോട്ടം നടക്കാറുണ്ട്. അങ്ങനെ ഒരു മത്സരയോട്ടത്തിനിടയിലാണ് വിദ്യാർത്ഥിയെ ഈ ഒരു സ്വകാര്യ ബസ് ഇടിച്ചത് എന്നുള്ളതാണ്. 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ എറണാകുളം ഏലൂർ റൂട്ടിലോടുന്ന നന്ദനം ബസ്സാണ് ഈ വിദ്യാർത്ഥിയെ ഇടിച്ചത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് അറിയുന്ന വിവരം. ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ നമുക്കതിന്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചതാണ്. ആ ഒരു വിദ്യാർത്ഥി സഞ്ചരിച്ച ആ ഇരുചക്ര വാഹനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആഘാതമുള്ളതായിരുന്നു ആ ഒരു ഇടിയെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു അപകടമാണ്. 18 വയസ്സാണ് ഈ ഗോവിന്ദ് ഷേണായിക്ക്. അപ്പോൾ ഈ ഒരു അപകടം നടന്നപ്പോൾ തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. രേണുക, വ്യക്തമാണ് കാളിദാസ്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. എറണാകുളം കോളേജ് വിദ്യാർത്ഥി ബസ് ഇടിച്ചു മരിച്ചു. തേവര എസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. 1ാം വർഷ ബികോം വിദ്യാർത്ഥി ഗോവിന്ദാണ് മരിച്ചത്. ബസ്സുകളുടെ മത്സര ഓട്ടമാണ് ഈ മരണത്തിന് പിന്നിലെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ രീതിയിൽ നിറയെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കൊച്ചിയിൽ ടൗൺ ഹാളിന് സമീപം സ്വകാര്യ ബസ്സിടിച്ചാണ് വിദ്യാർത്ഥി ഗോവിന്ദ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസൻ.